ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ തീരുമാനം വന്നിരിക്കുന്നു. അത് കോടതിയിൽ നിന്നായിരുന്നാലും പാർട്ടിയിൽ നിന്നായിരുന്നാലും ഒരേ തീരുമാനം വന്നിരിക്കുകയാണ്. അതായത് പാർട്ടിയിൽ നിന്നും പുറത്തേക്കും ഇനി അഴിക്കുള്ളിലേക്കുമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ MLA നിലവിൽ MLA ആണ്, പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളിയത് അദ്ദേഹത്തിന് ഇപ്പോൾ കനത്ത നിയമപരമായ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പാർട്ടിയിലും അത് വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. നാളിതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് തനിക്കെതിരെ പരാതിയില്ലല്ലോ എന്നുള്ളതാണ്. താൻ ആരോടാണ് മറുപടി പറയേണ്ടത്, എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ കോടതിയിൽ നോക്കിക്കോളാം എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിയുമായി പെൺകുട്ടി എത്തിയപ്പോൾ തന്നെ ഒളിവിൽ പോയ സാഹചര്യമായി ഉണ്ട്. അത് ഇന്ന് 8ാം ദിവസം കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകില്ല എന്നുള്ളത്. അതായത് സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധിയാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ ജാമ്യാപേക്ഷ വിശദമായ വാദങ്ങൾ പൂർത്തിയായ ശേഷമാണ് ജാമ്യം തള്ളിക്കൊണ്ടുള്ള സുപ്രധാനമായ വിധി കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിധി പ്രസ്താവിക്കാനായി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ, അതായത് ഇന്നത്തെ 25 മിനിറ്റ് വാദത്തിലാണ് രാഹുലിനെതിരെ പുതിയ തെളിവായി പുതിയ സ്ക്രീൻഷോട്ടുകളടക്കം പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. ജാമ്യം തള്ളിയതോടെ രാഹുലിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ നീക്കങ്ങൾക്ക് നിയമപരമായ യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നും അതെല്ലാം പൂർണ്ണമായും നീങ്ങുകയും ചെയ്തിരിക്കുകയാണ്. തുടർച്ചയായി നടന്ന വാദങ്ങൾക്കൊടുവിലാണ് ബലാത്സംഗവും അതുപോലെ നിർബന്ധിച്ചുള്ള ഗർഭചിത്രവും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളടങ്ങുന്ന നടുക്കുന്ന പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. നിസ്സഹായായ ഒരു സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തി നഗ്നദൃശ്യം പകർത്തുകയും അതുപോലെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന അതീവ ഗൗരവകരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെയുള്ളത്. രാഹുൽ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും നഗ്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പുറത്ത് പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി തന്നെ ഊന്നി പറയുകയും ചെയ്തു. ആദ്യം ഗർഭധാരണത്തിന് ആവശ്യപ്പെട്ട പ്രതി പിന്നീട് നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നു. അശാസ്ത്രീയമായ ഗർഭചിത്രം മൂലം യുവതിയുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന അല്ലെങ്കിൽ ആകേണ്ടിയിരുന്ന ഗുരുതരമായ വെളിപ്പെടുത്തലെല്ലാം ഉണ്ടായി. ഈ ചികിത്സിച്ച ഡോക്ടറെ എല്ലാം മുഴുവൻ്റെയും ചികിത്സാ രേഖകളുടെയും പിൻബലത്തോടെയാണ് പ്രോസിക്യൂഷൻ കോടതിയിലെത്തിയതും കോടതിയിൽ ഈ വിവരങ്ങളെല്ലാം സമർപ്പിക്കുന്നതും. ഗുരുതരമായ കുറ്റകൃത്യം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടുന്ന വിശദമായ പോലീസ് റിപ്പോർട്ടാണ് കോടതി നൽകിയത് വരെ. നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയതിനുള്ള തെളിവുണ്ടെന്നും പോലീസ് കോടതിയിൽ അറിയിക്കുകയും ചെയ്തു. പീഡനത്തിന് നിർബന്ധിച്ചുള്ള ഗർഭചിത്രം ഇതിന് തെളിവുണ്ടെന്നും പ്രോസിക്യൂഷൻ വാദം കൃത്യമായി കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിജീവിതയെ ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തുന്ന വാട്സാപ്പ് ചാറ്റുകളായിരുന്നു പ്രോസിക്യൂഷൻ കൂടുതലായും ആശ്രയിച്ചിരുന്നത്. കോടതി അനുമതിയോടെ പിന്നീട് കൂടുതൽ വാട്സാപ്പ് ചാറ്റുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുകയും ചെയ്തു. യുവതിയുടെ കേസിൽ ഉഭയസമ്മത പ്രകാരമായിരുന്നു ശാരീരിക ബന്ധമെന്ന രാഹുലിന്റെ വാദം ഖണ്ഡിക്കുന്നതായിരുന്നു ഈ തെളിവുകളെല്ലാം. വിവാഹ വാഗ്ദാനം നൽകി 23-കാരിയെ പീഡിപ്പിച്ചെന്ന കേസിലെ FIR കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത് രാഹുലിന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. അതായത് തുടർച്ചയായി 2 പരാതികൾ എത്തുകയും 2ലും ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ ഇവയെല്ലാം ഉണ്ടാവുകയും ചെയ്തു. ഇത് രാഹുൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഇതിൽ കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്നും അതായത് ഹാബിച്വൽ ഒഫൻഡർ ആണെന്നും കോടതിയിൽ ഇവർക്ക് തെളിയിക്കാൻ സാധിച്ചു. രാഹുലിനെതിരെ പുതിയതായി രജിസ്റ്റർ ചെയ്ത 2ാമത്തെ ബലാത്സംഗ കേസിന്റെ FIRഉം പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കോടതിയിൽ എത്തിച്ചതോടെയാണ് പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കിയതായും ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയതായും ഭീഷണി വരെ ഉണ്ടായതായും ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞെന്നുമാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നാണ് രാഹുലിന്റെ വാദങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. യുവാവിനെതിരായ അല്ലെങ്കിൽ യുവ നേതാവിനെതിരായ CPM BJP ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്നും യുവതിയുമായി ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതെന്നും പ്രതിഭാഗം വാദിക്കുകയും ചെയ്തു. അതിന് തെളിവായി വാട്സപ്പ് ക്ലിപ്പുകളും അതുപോലെ വോയിസ് ചാറ്റുകളും എല്ലാം യുവതി റെക്കോർഡ് ചെയ്യുകയും ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അതിന് തെളിവായി രാഹുൽ മാങ്കൂട്ടം സീൽഡ് കവറിൽ കുറെ തെളിവുകൾ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് മാധ്യമങ്ങൾക്കെല്ലാം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുണ്ടായ സംഭവങ്ങളെല്ലാം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുകയും ഇത് വെച്ച് തന്നെ മാനസികമായും അല്ലാതെയും തൻ്റെ രാഷ്ട്രീയ ഭാവി കളയാനായി ശ്രമിക്കുകയായിരുന്നെന്നാണ് രാഹുൽ ആരോപിച്ചതല്ല. അതായത് രാഹുലിന് വേണ്ടിയിട്ട് പ്രതിഭാഗം വക്കീൽ ആരോപിച്ചതല്ല. യുവതി ജോലി ചെയ്യുന്ന സ്ഥാപനം പരാതി കൊടുക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും അതിന് തെളിവുണ്ടെന്നും ഗർഭചിത്രം നടത്തിയത് യുവതിയുടെ സമ്മതത്തോടെയാണെന്നും രാഹുലിന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും അതൊന്നും കോടതി ചെവിക്കൊണ്ടില്ല. പുതുതായി രജിസ്റ്റർ ചെയ്ത 2ാം കേസിന്റെ പ്രതിഭാഗം ശക്തമായി എതിർത്തു. ആരാണ് പരാതിക്കാരി എന്ന് പോലും അറിയാത്ത കേസെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തടയാനാണ് പുതിയ കേസെന്നും പ്രതിഭാഗം ആരോപിക്കുകയും ചെയ്തു. അതിജീവിതയുടെ ചാറ്റുകളും വിവാഹ ഫോട്ടോകളും അടക്കമാണ് പ്രതിഭാഗം കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയതും. വിധി വരും വരെ അറസ്റ്റ് പാടില്ല എന്ന് പ്രോസിക്യൂഷൻ ഉറപ്പ് നൽകണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ ചെയ്യാനാകില്ല എന്നായിരുന്നു പ്രോസിക്യൂഷൻ നൽകിയ മറുപടിയും.
ഇരുപക്ഷത്തിന്റെയും ആവശ്യം പരിഗണിച്ച് അടച്ചിട്ട മുറിയിലായിരുന്നു കഴിഞ്ഞ ദിവസം വാദം നടന്നതെല്ലാം. കോടതി വിധി പറയും വരെ അറസ്റ്റ് പാടില്ലെന്ന രാഹുലിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതുമില്ല. രാഹുലിനെതിരെ സമാനമായ നിരവധി ആക്ഷേപങ്ങളും അതുപോലെ അധിക്ഷേപങ്ങളും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജാമ്യം നൽകുന്നത് കേസിനെ സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും മാതൃകാപരമായി പെരുമാറേണ്ട ജനപ്രതിനിധികൾ ഒളിവിലാണെന്നും ജനപ്രതിനിധി ഒളിവിലാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ജാമ്യാപേക്ഷ തള്ളിയ വിധിക്ക് പിന്നാലെ രാഹുലിനെതിരെ കോൺഗ്രസ് നേതൃത്വം കടുത്ത നടപടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ തുടക്കം മുതൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. കാരണം ആദ്യമേ തന്നെ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ അവർ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയിരുന്നു. ഒപ്പം തന്നെ പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ അത് തുടരുന്ന സാഹചര്യത്തിലാണ് പിന്നീട് വീണ്ടും പുതിയ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ കേസുകൾ ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ കോടതി ജാമ്യാപേക്ഷ നിഷേധിച്ചതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പോലും പുറത്താക്കിയിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായ സ്ഥാനത്തു നിന്നാണ് രാഹുലിനെ ആദ്യം നീക്കം ചെയ്തത്. ഇപ്പോഴിതാ കോൺഗ്രസിൽ നിന്നും ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരിക്കുകയാണ്. ഒളിവിലായിരിക്കുന്ന രാഹുലിനെ കണ്ടെത്താനുള്ള അന്വേഷണങ്ങൾ പോലീസ് ഇപ്പോൾ ഊർജിതമായി നടത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരമനുസരിച്ച് രാഹുലിനെ ബാംഗ്ലൂരിൽ എത്തിച്ച മലയാളി ഡ്രൈവറെ അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്ന ആൾക്കാരെ എല്ലാവരെയും ചോദ്യം ചെയ്യുകയും ആരാണോ കാറിൻ്റെ ഉടമ, അതായത് ആ ചുമന്ന കാറിൻ്റെ ഉടമസ്ഥ അടക്കമുള്ള സിനിമാ നടി അടക്കം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലുകളെല്ലാം രാഹുലിന്റെ അടുത്തെത്തിയിരിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും നിർണായക വിവരങ്ങൾ തന്നെയാണ് നൽകുന്നത്. രാഹുലിന്റെ ഒളിത്താവളം കണ്ടെത്താൻ പോലീസ് നിർണായകമായി ശ്രമിക്കുന്നുണ്ട്. ഈ സമയങ്ങളെല്ലാം, അതായത് ഇനിയുള്ള ഓരോ നിമിഷവും രാഹുലിന് നിർണായകം തന്നെയാണ്. അവിടെ രാഹുൽ പോലീസിന് മുന്നിൽ പിടിക്കപ്പെടുമോ അതോ ഇല്ല കോടതിയിൽ ഹാജരാകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. ഒരു കാര്യം, അത്രത്തോളം ജാമ്യം നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ അറസ്റ്റ് ഒഴിവാക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പോകാൻ പോകുന്നത് ഹൈക്കോടതിയിലേക്കാണ്. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതിനുള്ള വക്കീലും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുമ്പോഴും രാഹുലിനെ ഏത് വിധേനയും അറസ്റ്റ് ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനുമാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകരും ഓരോ നേതാക്കന്മാരും പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരാളെ, അതായത് ഇത്തരം മാനസിക വിഭ്രാന്തിയുള്ള ആൾക്കാരെ ഒന്നും പാർട്ടിയിൽ വെച്ച് പുലർത്തരുത് എന്ന് തന്നെയാണ് ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെല്ലാം ആരോപിക്കുന്നതും ആവശ്യപ്പെടുന്നതെങ്കിലും ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ രാഹുലിന് ഇപ്പോഴും പിന്തുണ നൽകുന്നതാണ് പാർട്ടി വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുന്നത്. ഇവിടെ അപ്പോഴും CPM ഉം BJP യും കൃത്യമായി അത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കൃത്യമായി അത് രാഷ്ട്രീയം പറഞ്ഞതിന് അവർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ അവസരം അവർ മുതലാക്കി തന്നെയാണ് പോകുന്നത്. കാരണം ഇവിടെ ഒരു സ്ത്രീ പീഡകനായ ഒരു സ്ത്രീയെ ക്രൂരമായി മർദ്ദിച്ച, അതുപോലെ ഗർഭചിത്രത്തിന് വിധേയാക്കിയ മറ്റൊരു സ്ത്രീ വീണ്ടും പീഡന പരാതി കൊടുത്ത അത്തരത്തിലൊരു സ്ത്രീലംബടനായ ഒരു ജനപ്രതിനിധി നാടിനാവശ്യമില്ല എന്ന് തന്നെയാണ് ഓരോ ജനങ്ങളും ആവർത്തിച്ച് പറഞ്ഞത്. ഇത്തരത്തിൽ ആൾക്കാർക്കെതിരെ എടുക്കുന്ന നടപടി, അതായത് ഇത്തരത്തിൽ ഓരോ ആൾക്കാർക്കെതിരെയും എടുക്കുന്ന നടപടി മാതൃകാപരമായിരിക്കണമെന്നും അതിലൂടെ മറ്റുള്ളവർ കണ്ടുപഠിക്കണമെന്നാണ് കോൺഗ്രസ് അടക്കം പറയുന്നത്. ഇത് തന്നെയാണ് ജനങ്ങളും ആവർത്തിച്ച് പറയുന്നത്. അപ്പോഴും ഒരു വിഭാഗം ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ന് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. ഇനി ശിഷ്ടകാലം ജയിൽവാസമായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവുക.